ഇന്ന് രുചികരമായ ഒരു വറുത്തരച്ച കടലക്കറി തയ്യാറാക്കാം. തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച കടലയാണിത്. ഞാൻ കറുത്ത കടലയാണ് എടുത്തിരിക്കുന്നത്. കടല വേവിക്കാൻ കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ച് എടുക്കാം. ഒരു 4 വിസിൽ വേണം കടല വെന്ത് വരാൻ. ആ സമയത്ത് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. ചൂടായ കടായിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം, വറുത്തെടുക്കാം. തേങ്ങ ഈ ഒരു പരുവത്തിലാണ് വറുത്തെടുക്കേണ്ടുന്നത്. ഇതിൽ ഗരം മസാല പൊടിക്കാത്തത് നമുക്കിത് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി ചേർത്ത് കൊടുക്കാം, കുരുമുളക് പൊടി. പൊടികൾ ചേർത്തതിന് ശേഷം ഒന്ന് ചൂടാകാനേ പാടുള്ളൂ. തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. തേങ്ങ വറുത്തത് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജാറിലോട്ട് ഇട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. വറുത്ത കൂട്ട് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്കിനി ചേരുവകളെല്ലാം ചേർത്ത് കൊടുക്കാം. 1 സവാള, 1 തക്കാളി, 3 പച്ചമുളക്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് കടല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിൽ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കണം. അരപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും ചേർത്ത് നമുക്കൊന്ന് കലക്കി ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് കറി തിളച്ച് കുറുകി വരട്ടെ. എന്നിട്ട് നമുക്ക് അതിൽ ശകലം കടുക് വറുത്ത് കൊടുക്കാം. കടലക്കറിയിൽ ചേർക്കാൻ ഇനി നമുക്ക് കടുക് വറുത്തെടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിലോട്ട് മുളക് ചേർത്ത് കൊടുക്കാം. വറുത്തരച്ച കടലക്കറി നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഇനി കടുക് വറുത്ത് തളിച്ചു കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം.
വളരെ രുചികരമായ വറുത്തരച്ച കടലക്കറി തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കുക. ഈ വറുത്തരച്ച കടലക്കറി ചമ്പാവ് പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കടലക്കറി എല്ലാത്തിനും നമുക്ക് കഴിക്കാം.